മറ്റുള്ളവർ എന്തു പറഞ്ഞാലും നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. കാരണം അനന്തരഫലങ്ങൾ നേരിടേണ്ടതും നമ്മൾ തന്നെയാണ്. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ സ്വന്തമായി കൈകാര്യം ചെയ്യണം. കഷ്ടതകൾ ഉള്ള സമയത്ത് നിങ്ങൾക്ക് തുണയായി നിങ്ങൾ മാത്രമേ ഉണ്ടാകൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ മറ്റൊരാളും മുതിരില്ല. അതിനാൽ സ്വന്തം കഴിവ് വളർത്തിയെടുത്ത് ഉത്തരവാദിത്തങ്ങൾ സ്വന്തമായി കൈകാര്യം ചെയ്യുക. മനോഹരമായ മുഖത്തിന് പ്രായമാകും, തികഞ്ഞ ശരീരം മാറും. എന്നാൽ മനോഹരമായ മനസ്സ് എല്ലായ്പ്പോഴും മനോഹരമായിരിക്കും. ഒരു വ്യക്തിയുടെ അറിവില്ലായ്മയുടെ തുടക്കമാണ് എനിക്കെല്ലാം അറിയാമെന്ന ഭാവം. നമ്മളെ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് നമ്മൾ അവരുടെ മുന്നിൽ സന്തോഷത്തോടെ നിൽക്കുന്നു എന്നത്. നമ്മൾ അവരെ കൊല്ലുന്നതിന് സമമായി അവർക്കത് തോന്നും. കോപം മനുഷ്യൻ്റെ ശത്രുവാണ്. നിന്നെ സ്നേഹിക്കുന്നവരെ പോലും അത് നിന്നിൽ നിന്നും അകറ്റും. എന്നാൽ ക്ഷമ ജീവിതത്തിലെ നല്ല ശീലങ്ങളിലൊന്നാണ്. അത് മനുഷ്യന് ഒരു അലങ്കാരമാണ്. ശത്രുവിനെ പോലും തൻ്റെ സ്നേഹിതനാക്കാൻ ക്ഷമയുള്ളവന് കഴിയും. ചിരിച്ചു നടക്കുന്ന പലരുടെയും ജീവിതം നമ്മൾ വിചാരിക്കുന്ന പോലെ സന്തോഷമുള്ളതായിരിക്കില്ല. ആ ചിരിക്ക് പിന്നിൽ ആരോടും പറയാൻ പറ്റാത്ത ഒരുപാട് സങ്കടങ്ങളുണ്ടാകും. വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തിയവർ പിന്നീട് എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അകലം ബാക്കിയുണ്ടാകും. നമ്മുടെ ജീവിതം വെള്ളത്തെപ്പോലെ ആകണം. സാഹചര്യം മാറുന്നതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താൻ പരിശീലിക്കണം. എങ്കിൽ ഒഴുകാനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തും. ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാവട്ടെ, ഒരു ദിവസം അതും കടന്നുപോകും. ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിൽ എത്തിച്ചേരും. നമ്മുടെ മുന്നിൽ ഒരാൾ കരയുകയാണെങ്കിൽ അത് അയാൾ വിഷമത്തിൽ ആയതുകൊണ്ട് മാത്രമല്ല, അയാളുടെ സങ്കടങ്ങൾ നമ്മളെ അറിയിക്കുമ്പോൾ അയാൾക്ക് ആശ്വാസം ലഭിക്കുന്നതുകൊണ്ട് കൂടിയാണ്. മറ്റാരും ചെയ്തില്ലെങ്കിലും സ്വയം സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും സ്വന്തം നേട്ടങ്ങളിൽ സ്വയം അനുമോദിക്കുകയും ചെയ്താൽ മുന്നോട്ടു പോകാനുള്ള ഊർജം നമുക്ക് ലഭിക്കും. പുറമേ നിന്ന് നോക്കുമ്പോൾ സന്തോഷവാന്മാർ ആണെങ്കിലും മിക്ക മനുഷ്യരും അവരുടെ പ്രശ്നങ്ങളുമായി മല്ലിടുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ളവരെ അടുത്തറിയാൻ ശ്രമിക്കുക. നാളെ എന്നത് വെറും തോന്നൽ മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് അധികനേരം നിങ്ങളുടെ മനസ്സിനെ ഭാരപ്പെടുത്താതിരിക്കുക. ജീവിതത്തിൽ എല്ലാ മോശ സാധ്യതകളും നിങ്ങൾ സങ്കല്പിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്കൊരിക്കലും സന്തുഷ്ടനാകാൻ കഴിയില്ല. മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുന്നത് നിർത്തുക. കാരണം ഇത് നിങ്ങളുടെ സങ്കടം വർദ്ധിപ്പിക്കും. പരിഗണന എന്നത് പലരിൽ നിന്നും കിട്ടാത്ത അമൂല്യമായ കാര്യമാണ്. അത് തരുന്നവരെ നഷ്ടപ്പെടുത്താതെ ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കുക.